ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ? എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എളനാടിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. എളനാട് സീറോ മലബാർ സഭ ചർച്ച് ഹാളിൽ വെച്ച് നടന്ന സംഗമ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എളനാട് ഏരിയ പ്രസിഡന്റ് CV ഷാജി അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് തൃശൂർ ജില്ലാ സമിതി അംഗം PA മുസ്തഫ റമദാനിന്റെ സന്ദേശം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് T മുകുന്ദൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വാസുദേവൻ, മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, FITU ജില്ലാ പ്രസിഡന്റ് PK ഹംസ, വായനശാല പ്രസിഡന്റ് KT ദേവസി, SNDP ട്രഷറർ സേതുമാധവൻ, സൌഹൃദവേദി പ്രസിഡന്റ് T രാംകുമാർ, SIO എളനാട് യൂണിറ്റ് പ്രസിഡന്റ് ആസിഫ്, എക്സിക്യൂട്ടീവ് അംഗം സലീം T മുത്തു തുടങ്ങിയവർ സംസാരിച്ചു. സമ്പന്നൻ സ്വർഗരാജ്യ പ്രവേശിക്കുക എത്രയോ ദുഷ്കരമാണ്. ഇവിടെയാണ് ഷാജി പറഞ്ഞ വാക്കുകൾ. കുറെ ലക്ഷങ്ങളുടെ കണക്കാണ് ഷാജി സക്കാത്തായിട്ട് കൊടുത്തുവെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് മുസ്തഫ എന്നോട് പറയുമായിരുന്നു, ലക്ഷങ്ങളല്ല, അത് കോടിയും കടന്നു പോയിരിക്കുന്നു. തീർച്ചയായും വലിയ അഭിമാനത്തോടു കൂടിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളെ കേൾക്കാനും കാണാനും നമുക്ക് കഴിയുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആകാൻ പറ്റിയില്ലല്ലോ എന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഈ പരിപാടിയിൽ വായനശാലയുടെ ഭാഗമായ എന്നെ ക്ഷണിക്കാൻ സൗമനസ്യം കാണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് മത, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, മാധ്യമ രംഗത്തെ പ്രമുഖർ സന്നിഹിതരായിരുന്നു. സംഗമത്തിൽ പലിശരഹിത അയൽക്കൂട്ടങ്ങളുടെ ഭാരവാഹികളും ഉൾപ്പെടെ 160 ആളുകൾ പങ്കെടുത്തു. PA മുത്തലി, PP താഹിർ, റഷീദ്, ആസിഫ്, അൻഷാദ് അബു, KA കരീം, PM സാദിഖ്, ഐഷ ഷാജി, K സഫൂറ, ഷമിയ ഷാജഹാൻ, ഗൈറു നിസ, MS, സബ്ന A, അൻഷിറ സലീം, സെറീന കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ, ഇഫ്താറിൻ്റെ പരിപാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര തന്നെയാണ്. നമുക്കെല്ലാവർക്കും മക്കളുണ്ട്. മക്കൾ ഇന്ന് വഴിതെറ്റി പോകുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് വരെ ശിക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. പണ്ട് കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ ചൂരൽ വടി കൊണ്ട് അടിച്ചാൽ ഒരു മാതാപിതാക്കളും ചോദ്യം ചെയ്യാൻ പോവില്ല. ഇന്ന് നേരെ തിരിച്ചാണ്. കുട്ടികളെ ഒന്ന് എന്തെങ്കിലും ഒരു ചീത്ത വിളിച്ചാൽ മാതാപിതാക്കൾ ചോദിക്കാൻ പോകും. അതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് നമ്മൾ ഓരോ അമ്മമാരും അച്ഛന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും തന്നെ നമ്മുടെ മക്കളെ നല്ല വഴിക്ക് കൊണ്ടുപോകാൻ, അല്ലാണ്ട് വേദപാഠങ്ങൾ പഠിച്ചതുകൊണ്ടോ. CCV ന്യൂസ്, പഴയന്നൂർ.